ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ വരുമ്പോൾ നല്ല മാറ്റങ്ങൾ നമുക്കുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, ഐശ്വര്യം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ? പക്ഷെ മറ്റു ചില വ്യക്തികൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സമാധാനം കൂടെ നഷ്ടപ്പെടുന്നതുമുണ്ട്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ മൂന്ന് പേർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ലക്ഷപ്രഭുക്കളാവാം. സന്തോഷവും സമാധാനവും ഉറപ്പാണ്. ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചാണക്യന്റെ നീതിശാസ്ത്രം എപ്പോഴും വളരെയധികം പ്രാധാന്യത്തോടെ പലരും കണ്ടിരുന്ന ഒന്ന് തന്നെയാണ്. ചാണക്യൻ തന്റെ ദാർശനിക സങ്കല്പങ്ങൾ നീതിശാസ്ത്രത്തിൽ വളരെ അധികം വ്യക്തമായി തന്നെ വിവരിച്ചിട്ടുമുണ്ട്. ജീവിത പുരോഗതിയും സാമ്പത്തിക നേട്ടവും ദാമ്പത്യവും എല്ലാം ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എല്ലാവർക്കും സുഖദുഃഖങ്ങൾ ഒരേപോലെയല്ല. അനുകൂലവും പ്രതികൂലവുമായി എല്ലാ മാറ്റങ്ങൾ ഉണ്ടാവും. എന്നാൽ എല്ലാ വിധത്തിലുമുള്ള ഐശ്വര്യവും നേട്ടവും നിലനിർത്തുന്നതിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ചില വ്യക്തികളുണ്ട് എന്നാണ് ചാണക്യൻ പറയുന്നത്. ജീവിതത്തിൽ ഇവരെ കൂടെ കൂട്ടുന്നത് വഴി നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം കിട്ടും. ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പോലും ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതിൽ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഈ മൂന്ന് കൂട്ടരാണ് പ്രധാനം. ഇവർ കൂടെ ഉണ്ടെങ്കിൽ സാമ്പത്തികമായും മാനസികമായും സന്തോഷങ്ങൾ എന്നെന്നും നിലനിൽക്കുമെന്നാണ് ചാണക്യൻ പറയുന്നത്. നമ്മുടെ ഭാഗ്യം തെളിയുന്ന പക്ഷം ഈ മൂന്ന് കൂട്ടരുടെയും പിന്തുണ കൂടി ഉണ്ടെങ്കിൽ ജീവിതം മികച്ച രീതിയിൽ മുന്നോട്ട് പോവുകയും ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കുന്നതിനും കഴിയുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഏത് മോശ സാഹചര്യം ഉണ്ടെങ്കിലും ഇവരെ ഒരിക്കലും വിട്ടുകളയരുത് എന്നാണ് ചാണക്യൻ പറയുന്നത്. ഇവരെ എന്നെങ്കിലും നിങ്ങൾ വിട്ടുകളഞ്ഞാൽ പിന്നീട് ദുഃഖിക്കേണ്ട അവസ്ഥയും ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരം ആളുകൾ നിങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ നിസ്സാരമാക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. ആരൊക്കെയാണ് എപ്പോഴും ചേർത്ത് പിടിക്കേണ്ട മൂന്ന് പേർ എന്ന് നമുക്ക് നോക്കാം. നമ്പർ 1, വിവേകമുള്ള ഭാര്യ. നല്ല വിവേകത്തോടെ സംസാരിക്കുന്ന ഒരു പങ്കാളിയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. പലപ്പോഴും ഇവർ ഭർത്താവിനൊപ്പം ഒരു നിഴലായി നിലകൊള്ളുന്നു. മാത്രമല്ല പ്രയാസകരമായ നിമിഷങ്ങളിൽ പങ്കാളിക്ക് തുണയാവുകയും നിശ്ചയദാർഢ്യത്തോടുകൂടി എന്തും നേരിടാൻ സഹായിക്കുന്നതും നല്ലൊരു പങ്കാളിക്ക് സാധിക്കുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇവർ കുടുംബത്തിന് തുണയായി മാറുന്നു. ഇത്തരത്തിൽ വിവേകത്തോടെ പെരുമാറുന്ന ഒരു പങ്കാളിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ അവരെ ഒരിക്കലും വിട്ടുകളയരുത് എന്നാണ് ചാണക്യൻ പറയുന്നത്. നമ്പർ 2, നല്ല പുത്രൻ. നിങ്ങളുടെ പുത്രൻ നല്ല പുത്രനാണ്, എപ്പോഴും കുടുംബത്തിന് വേണ്ടി നിലകൊള്ളുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അവരെ ഒരിക്കലും വിട്ടുകളയരുത്. ഒരു കുഞ്ഞിന് ബോധം വരുന്ന പ്രായം മുതൽ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകിയാൽ അത് വാർദ്ധക്യത്തിൽ മാതാപിതാക്കൾക്ക് തന്നെ സഹായമാകുന്നു. മാത്രമല്ല ഇവർക്ക് മോശശീലങ്ങൾ ഇല്ലെന്ന് ആദ്യം ഉറപ്പും വരുത്തണം. ഒരിക്കലും പ്രയാസകരമായ സാഹചര്യങ്ങൾ തൻ്റെ മാതാപിതാക്കളെ ഒറ്റയ്ക്കാക്കില്ല എന്ന ചിന്ത ഈ മക്കളിലുണ്ടെങ്കിൽ ഈ പുത്രന്മാരെ അതാണ് യഥാർത്ഥ സൽപുത്രന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഇവരെ ഒഴിവാക്കരുത് എന്ന് ചാണക്യൻ പറയുന്നു. നമ്പർ 3, നല്ല സുഹൃത്ത്. സൗഹൃദം എന്നത് വളരെ അധികം പ്രധാനപ്പെട്ടതാണ്. ഏതൊരു വ്യക്തിയും തൻ്റെ സൗഹൃദത്തിന് വളരെ അധികം വിശ്വാസമുള്ളവരായിരിക്കും. ജീവിതത്തിൽ നല്ല ആളുകളുടെ സഹവാസം ഉണ്ടെങ്കിൽ അവർക്ക് വിജയം കണ്ടെത്തുന്നതിന് സാധിക്കുന്നു. കൂടാതെ ഇത്തരത്തിൽ നല്ല സൗഹൃദമുണ്ടെങ്കിൽ ഇവർ ജീവിത വിജയം കരസ്ഥമാക്കുന്നു. കൂടാതെ ഒരു തരത്തിലും തോൽവിയിലേക്ക് എത്തുകയുമില്ല. ഇത്തരം ആളുകളോട് കൂട്ടുകെട്ട് ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. ചാണക്യന്റെ അഭിപ്രായത്തിൽ ഈ 3 ആളുകളെയും ഒരിക്കലും വിട്ടുകളയരുത്. അത് ജീവിതത്തിൽ വിജയവും സന്തോഷവും ധനനേട്ടവും ഉണ്ടാക്കുന്നു. ഇവർക്ക് അവരുടെ പുരോഗതിയിലേക്ക് എത്തിക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ പറയുന്ന 3 കൂട്ടർ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലകൊള്ളുന്നെങ്കിൽ അവരെ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കൂട്ടർ വന്നു ചേരുമ്പോൾ ഇതേ കാറ്റഗറി ആണെങ്കിൽ ഒരിക്കലും അവരെ വിട്ടുകളയുകയും അരുത്. ജീവിതമാണ്, നമ്മൾക്ക് മുന്നോട്ട് കുതിക്കാൻ അധിക സമയങ്ങൾ വേണ്ടിയില്ല. പക്ഷേ നമ്മൾ നല്ല ബോധത്തോടു കൂടിയും നല്ല പ്രവർത്തന മണ്ഡലം കാഴ്ചവെക്കുകയും ഒപ്പം ഭാഗ്യവും ഇവരുടെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തുമെന്നുള്ളത് ചാണക്യന്റെ നീതിശാസ്ത്രത്തിൽ തെളിയിക്കുന്ന കാര്യമാണ്. അതിനാൽ എല്ലാവർക്കും ഈ പറഞ്ഞ 3 കൂട്ടർ ഒപ്പം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്